ഒരു പടവലം മാമി ഓരോന്ന് പറയാനും അത് കേട്ട് ഈ കിളിക്കാൻ ഇവിടെ ഓരോരുത്തരുണ്ട് ഇവിടെ. എന്തോന്ന് വെച്ചാ ഇവിടെ സ്വസ്ഥമായിട്ട് ഞാൻ പണി കൊണ്ടിരുന്നതാണ്. എൻ്റെ കച്ചാളത്തിന് അടുക്കള ചെന്ന് കയറി നിന്റെ അമ്മമ്മേൻ്റെ പടവലം ഭവാനി ഞാൻ നശിച്ച ഒരു ഫോണ് എൻ്റെ സ്വസ്ഥത കണ്ടെത്തി. അത് വിട്ടില്ലേ, അമ്മമ്മ ഇങ്ങനെയൊക്കെ പറയണല്ലേ, പിന്നെന്തോന്ന്? അതെന്തിന് പറഞ്ഞില്ലടേ? ഇവിടെ 2 ദിവസം നിന്ന് എല്ലാം പറഞ്ഞ് അറമാനിച്ചില്ലേ, പിന്നെ എന്തിന് ഫോണിൽ കൂടെ ഇങ്ങനെ പറയണത്? ഇനി വരട്ടെ, ഞാൻ നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ ശരിക്കും പറഞ്ഞു കൊടുക്ക്, കാണാം ശരിക്കും പറഞ്ഞു കൊടുക്കണത്. ഇല്ല, ഞാൻ ഒന്നും പറയില്ല. നിന്റെ അമ്മ അവിടെ എഴുന്നള്ളല്ല. അപ്പോൾ അതേപടി ഞാൻ പുറത്തിറങ്ങി പോകും. അപ്പോൾ ചോദിക്കും മരുമോൻ എന്ത് പോണത്? ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. എന്തടി നീ പേടിപ്പിക്കണ? കുറേ ദിവസം ഇങ്ങോട്ട് വരാത്തപ്പോൾ ഒരു കുഴപ്പമില്ല, വന്ന് വിളി തുടങ്ങി. ഇനി എങ്ങാനും വിളിക്കട്ട് ജമ്മത്ത് മറക്കാത്തിരി മുഖത്തൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. എൻ്റെ മോളെ കല്യാണം ഭാഗ്യത്തിന് നടന്നെന്നാ. ഒന്ന് വിടച്ചാ, ഇത് പിന്നെ 1-2 വർത്താനോ അയിലാസ് വെറുതെ വഴക്കാവും കേട്ടോ. എന്തിനാണ്? എടാ വഴക്കാവണം. അവരെ മോക്കെ ഞാൻ ഒരു സ്വസ്ഥത കൊടുക്കൂല. അപ്പൊ അവരൊന്ന് ചോദിക്കും എന്താണ് കാരണം. അപ്പൊ ഞാൻ പറയും കാരണം നിങ്ങളെ നാക്കാണ്. ഈ നാക്കാണെന്ന് പറയണത് എന്റെ അമ്മയെ കുറിച്ചാണുള്ള ഓർമ്മ വേണം. പിന്നെ സ്വന്തം അമ്മ പറഞ്ഞാൽ മറുപടി പറയണതാണ് ഈ ബാലു. പിന്നെ എൻ്റെ അമ്മായി അമ്മ. അപ്പൊ ഞങ്ങൾക്ക് ഇനി അച്ഛനെന്ന് അമ്മയെ നോക്കാതെ അങ്ങ് എന്തോ വായി തോന്നണൊക്കെ പറയാലോ. ഓ എന്തോടെ പറയാം, പക്ഷെ നിന്റെ മൂക്കിക്കൂടെ വായിക്കൂടെ ചോര വരും. അച്ഛൻ എന്താ സ്വേച്ഛാധിപതി കളിക്കണോ? ഞാനല്ലേ സ്വേച്ഛാധിപതി, പടവല പ്രാണി. നിന്റെ അമ്മ വേണ്ട സ്വേച്ഛാധിപതി. നീ തറവാടുത്തോ കുടുംബ മഹിമയെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാല് ആൾക്കാരെന്ത് കത്തിക്കും. എനിക്കിതുപോലെ തിരിച്ചു പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ എന്റെ വീട്ടുകാരെ പോലെ തന്നെ നിങ്ങളെ വീട്ടുകാരെ കാണുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ പറ്റി പറയാൻ എന്തിരിക്കുന്നത്? അവര് ആവശ്യം ആരെ മാറ്റാൻ പോകൂല. എന്റെ പൊന്നു ഒന്ന് നിർത്തോ, ഇത് തുടങ്ങി കഴിഞ്ഞ് മാലപ്പടക്കമൊക്കെ പൊട്ടണ പോലെയാണല്ലോ പൊട്ടണത്. അച്ഛാ ഒരു കാര്യം പറയാം, വരെ ഈ കുടുംബത്തിൽ ഒരു സമാധാനം സ്വസ്ഥതയില്ല കേട്ടോ. ലച്ചു, നിനക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ വേണമെങ്കിൽ നീ അങ്ങോട്ട് പോ, കുഴിപ്പള്ളത്ത് പോയി നിൽക്കുന്നത്, അപ്പൊ നിനക്ക് സമാധാനം കിട്ടും. അയ്യോ സമാധാനം കിട്ടണമെങ്കിൽ പറ്റിയൊരിടമുണ്ട്. പടവലത്ത് പോയാൽ നിന്റെ അമ്മ തരും നല്ല സമാധാനം. എന്തായാലും നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ സമാധാനം പടവലത്തെ അമ്മമ്മയുടെ നിന്ന് കിട്ടും. കുട്ടമ്പിള്ളേരെ മോളെ എങ്ങോട്ടെന്ന് വെച്ചാൽ നീ പൊയ്ക്കോ. ഭാഗ്യത്തിന് എൻ്റെ മോളെ കല്യാണം നടന്നെന്ന്. അവരെ മോളെ കല്യാണത്തിന് ഭാഗ്യത്തിന് നടന്നത്. അമ്പലത്തിൽ താലി കെട്ടി ഒന്നും ചോദിച്ചുമില്ല, ഒന്നും തന്നുമില്ല. ഒരു മാതൃകാ കല്യാണം. എന്നിട്ട് ഉള്ളവരൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. അവിടെ നെയ്യാറ്റിൻകരയിലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ്ടല്ലോ, എന്ത് ചെന്ന് ചോദിക്കാത്തത്? അമ്മ ഒന്ന് നിർത്തുമ്പോ മതി ഇത് സംസാരിച്ചേ വിഷയം കയ്യിൽ പോകുന്നുണ്ട്. ഇന്നെ വിളിച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ ഭവാനിയമ്മേരെ മോളെ മണ്ണ് തിന്നും. തിരിച്ചും മണ്ണ് തിന്നും. തിരിച്ചാരടി മണ്ണ് തിന്നെ? അച്ഛാ ബാലുവിന് ആര് വരട്ടാൻ നോക്കണ്ട. ബാലു പല അഭ്യാസനം കണ്ടവനാണ്. അതിന് ആരെ വരട്ടി? ആര് വരട്ടാൻ നോക്കണ്ടെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ലേ ചോദിച്ചത്, ആരെ വരട്ടി? ആരും ആരെയും വരട്ടണ്ട. അത് നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറ. പ്രായം ഓർത്ത് വഴക്കിനും കയ്യേറ്റത്തിനും നിൽക്കാതിരുന്നാ കൊള്ളാം. എടാ മിണ്ടാതിരുന്നാണ് ഞാൻ. മക്കളെ ഈ കുടുംബ വ്യവസ്ഥ ആരാ കൊണ്ടുവന്നത്? ഒറ്റയ്ക്ക് ജീവിച്ചാണ്. വഴിയെ പോയതിനടുത്ത് തലയിൽ കയറ്റി വെച്ച് പിള്ളേരും കുട്ടികളും പ്രാരാബ്ദവും കൊണ്ട് മോശം ഒരു സ്വസ്ഥതയില്ലാതെ പോയില്ലേ. അല്ല എനിക്കിതെങ്ങനെ പറ്റിയടേ? എൻ്റെ രാമമാ നിങ്ങളെ ഞാൻ മാതൃകയാക്കിയില്ല. മാപ്പ്. അതിനാരും വന്ന് തലയിൽ കയറിയതല്ലോ. അതാണ് പറഞ്ഞെടുത്ത് തലയിൽ കയറ്റി വെച്ചെന്ന്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാൻ അമ്മയെ വിളിച്ചു തരാം, നേരിട്ടങ്ങ് സംസാരിക്കും. നീ വിളിക്കണത് എനിക്കാരാ വിളിക്കാറുണ്ട്? എന്നാ പോയി വിളിക്കും. അയ്യോ വിളിച്ചെടുത്തോളാം മതി. എന്നാ വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ അവിടെ പോരി. അമ്മ ഈ ഏരിയയിൽ വരരുത് കേട്ടാ. ഡേ അമ്മേനെ നോക്കിക്കോണം. നീ ഇവിടെ ബാലുവിനറിയാടാ, വരാ ബാലുവിനറിയാം. വിളിക്കില്ലെങ്കിൽ പോ. എടി ബാലുവിന് വരാൻ അറിയാം, ഈ പോകാനും അറിയാടി. അത് എവിടെ നിന്നായിരുന്നാലും അമ്മയെ നേരിട്ട് വിളിക്കില്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ വിളമ്പും. നേരിട്ട് കണ്ടു കഴിയുമ്പോൾ മാമി എന്ന് പറയും, പുറകെ ചെല്ലും. പറ്റുമെങ്കിൽ ഒരു കുഴങ്ങൂപ്പി കൊണ്ടു കൊടുക്കും. എന്റെ നിന്നെ അമ്മയെ ഫോണിൽ കൂടെ വിളിക്കാൻ പേടിയാ? എന്തിനാ ഫോണിൽ കൂടെ? ഞാൻ കുടുംബത്തിലോടി മുഖത്തോട് മുഖം സംസാരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. അവരെന്ന് പറഞ്ഞ എനിക്കെന്താന്ന് എൻ്റെ മോള് ഭാഗ്യത്താണ് കല്യാണം നടന്നത്. എനിക്ക് എപ്പോഴും ലോട്ടറി അടിക്കൂല. അവർക്ക് ഇപ്പം ലോട്ടറി അടിക്കും. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകണം. വിളിച്ച് പറയടി, ഞാൻ ഇപ്പം കുടുംബത്തിൽ പോകുന്നത്. വിളിച്ച് പറ, അവർക്കാണ് ലോട്ടറി. കണ്ടില്ല മക്കളെ പിടിച്ചപ്പോൾ എന്ത് വിടാൻ പറയാത്തത്? പേടിയാടി. വിടറ എടി. ഇപ്പം തന്നെ ഞാൻ പടവൽ ചെന്ന് ശുദ്ധി ജലസേചനം നടന്നിട്ട് ഇപ്പം തന്നെ തിരിച്ചു വരും. പറ. ഈ വിരട്ടൊക്കെ ഞാൻ കുറെ കണ്ടതാ. നേരിട്ട് പടവലത്തിയല്ലേ, എന്നിട്ട് മാമിനെയും കണ്ടിട്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോരും. അയ്യേ സുഖം അന്വേഷിക്കാൻ പോണ്. എടി പടവലം കുട്ടമ്പിളരെ മോളാണ് വിടാൻ പറയടി. പറയാ വിടാൻ പിള്ളേരെ വിടെ പോയിട്ട് വരട്ടെ. എന്നാരെങ്കിലും തടയാൻ നിന്ന അതിനെ ആര് തടയാൻ നിൽക്കണം? പോയിട്ട് വാ. അമ്മ
ഇച്ചിരി ദേഷ്യം വന്ന് അവിടെ പോയിട്ട് വായത്തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ കയ്യിൽ നിന്ന് പോകട്ടെ മൊത്തത്തില്. പോണേ പോട്ടെ, പോണേ പോട്ടെ എന്ന് കയ്യിന്ന്. അമ്മ വെറുതെ കളിക്കരുത്, ഇങ്ങ് വന്നേമേ. പോവില്ല അങ്ങോട്ട്. ശ്ശ്. അച്ഛാ 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 എന്തോ മിണ്ടി പോലും അച്ഛാ പോലെ അച്ഛാ പ്ലീസ് അച്ഛാ പറയണ കേക്ക്. അച്ഛാ ഞാനെങ്കിലും ഒന്ന് പറയണ കേക്കിച്ചാ. അച്ഛാ അച്ഛ എന്തോന്ന് വെച്ചാ തപ്പണത്? സ്പ്രേ ഉണ്ടോടാ? അത് പടവലത്ത് കൊണ്ടുവരുന്നതിന്റെ സ്പ്രേ. ആ കിട്ടി. അതെന്റെ സ്പ്രേ ആണ്, അതെന്റെ സ്പ്രേ ആണെന്ന്. അതെന്റെ സ്പ്രേ ആണെന്ന്. നിന്റെ സ്ഥലമായിരുന്ന നിക്ക് സമാധാനം. ഞാൻ ഷർട്ട് മാറ്റിയിട്ട് പോ, എന്റെ സ്പ്രേ അല്ല അടിച്ചേ. വാടി കിടന്നു. നിങ്ങൾ പോ. സമയമില്ല. ഇപ്പൊ പടവലത്ത് ചെന്ന് പറ്റിയ വേഷം കൊടുക്കാം, നിന്റെ അമ്മയ്ക്ക് വേഷം കൊടുക്കാം. അച്ഛാ വേണ്ട ചാ, അപ്പൂപ്പൻ എന്ത് വിചാരിക്കും ചാ? ഇതാര് വിചാരിച്ച എനിക്കൊന്നും കേടാ പോടാ. അച്ഛാ അച്ഛാ ഒന്നാമത് അമ്മൂമ്മ അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കണം, പ്രായമുണ്ട് അച്ഛാ, വെറുതെ വിട്. നിന്റെ അമ്മൂമ്മയുടെ കാര്യത്തിൽ ഇന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാകും. അച്ഛാ വേണ്ട അച്ഛാ, ഞാൻ പറയണെങ്കിലൊന്നും കേക്ക്. ഇല്ലടാ, ഞാൻ പോണെന്ന് പറഞ്ഞാൽ അച്ഛാ പോയിരിക്കും. പോലെ അച്ഛാ പ്ലീസ് അച്ഛാ. എടാ പോട്ടെടാ, പോയിട്ട് അവിടെ ചെന്ന് കേട്ടിട്ട് കരഞ്ഞിട്ട് വരട്ടെ. ആര് കരഞ്ഞോണ്ട് പറഞ്ഞു? എടീ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിന്റെ അമ്മ അവിടുന്ന് കരഞ്ഞോണ്ട് നിന്നെ വിളിക്കോടി. ഇതേ ശൂരകുടി ബാലേന്ദ്ര നമ്പിയാണ് പറഞ്ഞ, ബാലേന്ദ്ര നമ്പി. വീട്ടിൽ പോയി അലമ്പ ഉണ്ടാക്കി നോക്ക്, അപ്പൊ കാണാം. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല. അച്ഛാ അമ്മ